ഹായ്, എല്ലാ കൂട്ടുകാർക്കും നല്ല നമസ്കാരം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തേങ്ങയുണ്ട്. പിന്നെ തേങ്ങ എന്തിനാണെന്ന് പറയാം. ഇത് പഴം വറക്കണമെന്ന് പറഞ്ഞ് 2 ദിവസമായി കിട്ടിയിട്ട് അത് അരിയിലൊക്കെ ഇട്ട് വെച്ച് ഇത്രയും ഭാഗത്തിന് പൊഴിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പഴംപൊരി ഉണ്ടാക്കണം. പിന്നെ ഇതെല്ലാം കൂടെ വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, എന്നാലും കുറച്ച് അരി വെള്ളത്തിലിട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രിക്ക് അപ്പം ഉണ്ടാക്കാനാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ അരച്ച് കഴിഞ്ഞാൽ രാത്രി ഉണ്ടാക്കാൻ പറ്റുമെന്ന് ചോദിക്കും. രാത്രി എന്നല്ല, ഇത് അരച്ച് കൂട്ടൊക്കെ റെഡിയാക്കി കഴിഞ്ഞാൽ 1 മണിക്കൂറിനുള്ളിൽ ഉണ്ടാക്കാൻ പറ്റും. ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കാമെന്നൊക്കെ പറയില്ലേ, അതേപോലെ വേഗം ഉണ്ടാക്കാൻ പറ്റുന്ന അപ്പമാണ് നമ്മളിന്ന് റെഡിയാക്കണേ. അപ്പോൾ കണ്ടു നോക്കാം. ആദ്യം അരി അരയ്ക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങയും വേണം. പിന്നെ വേണ്ട സാധനങ്ങൾ നമുക്ക് ചേർക്കാം കേട്ടോ. അപ്പോൾ ആദ്യമേ അങ്ങോട്ട് അരച്ചാലോ. ഉച്ചയ്ക്ക് അരയ്ക്കാൻ വേണ്ടി ഇട്ടതാട്ടോ ഞാൻ അരി. ഉച്ചയ്ക്ക് അരച്ചു വയ്ക്കാം എന്നൊക്കെയായിരുന്നു പ്ലാൻ. കാരണം പകുതി അരി അരക്കട്ടെ. അരി അരച്ചിട്ടുണ്ട്, പക്ഷെ കുറച്ച് വെള്ളം കൂടുതലൊഴിച്ചാൽ അരച്ചത്. അതെ, അപ്പം എന്ത് ചെയ്യണമെന്നറിയോ, കുറച്ച് ഒരു പിടി ചോറ്, 1.5 പിടി ചോറ് അരച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ ചോറും ആദ്യത്തെ ട്രിപ്പ് അരിയും കൂടെ അരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്കി ഇരിക്കുന്നതിനെ കൂടെ നമുക്ക് അരയ്ക്കാം. അതിന് മുമ്പ് ഇതിലേക്ക് ഇനി എന്താ വേണ്ടേ നോക്കാം. അപ്പോൾ തേങ്ങാവെള്ളം വേണമെങ്കിൽ ചേർത്ത് അരയ്ക്കാം കേട്ടോ. തേങ്ങാവെള്ളമൊന്നും ഉണ്ടാവില്ല കാര്യമായിട്ട്, അതുകൊണ്ട് തന്നെ ഞാൻ തേങ്ങാവെള്ളം ചേർക്കുന്നില്ല. തേങ്ങ ചേർക്കണം കേട്ടോ. തേങ്ങ എന്തായാലും വേഗം വേഗം അരക്കട്ടെ. കണ്ടൊന്നും പോകാറില്ല ഇവിടെ നമുക്കൊന്നും അങ്ങനെ, എന്നാലും ഒരു പേടിയാണ് കറണ്ടിനെ. കാരണം ഇത് പറഞ്ഞില്ലെങ്കിൽ രാത്രി ഉണ്ടാക്കുന്ന നടക്കില്ല. അപ്പം ഇതിലേക്ക് നമുക്ക് കുറച്ച് നല്ല ജീരകം ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ വേണമെന്നില്ല, കുറച്ച് എന്തോ ഒരു കാണാനല്ലേ. ഇത്രയും ആണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. 1.5 നാഴി അരി, അതായത് 1/4 കിലോയും അതിൻ്റെ പകുതിയും കൂടെ അരി, അത്രയാണ് ഞാൻ അങ്ങനെ ഇട്ടത് കേട്ടോ. ഇനിയിപ്പോൾ ഏകദേശം 1 മുറി തേങ്ങയോളം ചേർത്തിട്ട് അതും ചേർക്കും. 1.5 പിടി ചോറ് ചേർത്തിട്ടുണ്ട്. ഇനി തേങ്ങ പൊട്ടിക്കട്ടെ. വെള്ളം ഉണ്ട് കേട്ടോ. ഓ, 2 ടേബിൾ സ്പൂൺ വെള്ളം കണ്ടാലേ. അപ്പോൾ തേങ്ങ റെഡി. ഇനി തേങ്ങയും കൂടെ നമ്മൾ ഈ അരിയുടെ കൂടെ ഇട്ടിട്ട് അരച്ചു കൊടുക്കണം. ഓ, 2ാമത്തെ ട്രിപ്പ് ആയിരുന്നു. കുറച്ച് വെള്ളം ഒഴിച്ച് കഴുകിയെടുക്കട്ടെ. ഇത്തിരി കട്ടിയിലാണ് 2ാമത്തെ അരിഞ്ഞുണ്ടായിരുന്നേ. ഇനി നമുക്ക് ഇതിലേക്ക് എന്തൊക്കെയാണ് ചേർക്കണ്ടേന്ന് നോക്കിയാലോ. നമ്മുടെ പഞ്ചസാരക്കുട്ടി ചേർക്കാം. പഞ്ചാരക്കുട്ടി കുഞ്ഞി സ്പൂണാണ്, അതുകൊണ്ടായിട്ട് ഇത്ര ഇടണാല് തോന്നുന്നു. കുറേ ഇട്ടല്ലോ എന്ന് തോന്നണ്ട, കുഞ്ഞി സ്പൂണായിട്ട് ചേർക്കണം. ഞാൻ സ്ഥിരം ഇട്ടിരുന്ന സ്പൂൺ അങ്ങനെ മാറി. പിന്നെ ഇനി ഉപ്പ്, വേഗം വേഗം തീരോ പൊടി ഉപ്പ് എടുക്കണോണ്ടേ. അപ്പോൾ 1 പ്രാവശ്യം നടത്തിയിട്ട് കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം എടുക്കുമ്പോഴേക്കും വലിയ പാത്രത്തിൽ ഇരിപ്പുണ്ട്. എന്നാലും ഞാൻ കവറിൽ തീർന്ന കവർ ഒഴിവാക്കാമല്ലോ. ഉപ്പ് പിന്നെ എപ്പോഴും ഇങ്ങനെ ഇടുമ്പോഴാട്ടോ എനിക്ക് അളവ് കിട്ടാൻ. അപ്പോൾ നമ്മൾ പഞ്ചസാര ഇട്ടു, ഉപ്പിട്ടു. ഇനിയൊരു സാധനം കൂടെ ഉണ്ട്. അപ്പോൾ ഇനിയത്തെ സാധനം ഉണ്ടാക്കുന്നത് എന്താണെന്ന് അറിയാമല്ലോ. അതായത് ടേസ്റ്റ് നമ്മുടെ ഇത് ബ്രെഡൊക്കെ പൊങ്ങാൻ എടുക്കണ ഈസ്റ്റാണ് കേട്ടോ. പക്ഷെ നല്ലതാണ്. ഞാനിതാണ് ഇടാറ്. അതിപ്പോൾ നമ്മുടെ ഉള്ളം കൈയിലേക്ക് ഇട്ടിട്ടൊരു
ഉദ്ദേശം ഒരു 1/4 ടീസ്പൂൺ. അത് മാവിൻ്റെ അളവ് പോലെയൊക്കെ നമുക്കറിയാമല്ലോ. സോഡാപ്പൊടിയാണെങ്കിൽ പിന്നെ കളറൊക്കെ മാറും, അങ്ങനെ ഒരു ദൂഷ്യമുണ്ട് നമ്മൾ ചേർക്കുന്നത്. സോഡാപ്പൊടിയാണ് പുളിക്കാണെങ്കിൽ. പക്ഷേ സോഡാപ്പൊടിയിൽ നല്ലത് ഈസ്റ്റാണ്. അപ്പം ഈസ്റ്റ്, പഞ്ചസാര, ഉപ്പ്, തേങ്ങ, അരി, ചോറ്, ഇത്രയും സാധനങ്ങളെല്ലാം കൂടെ നമ്മൾ അരച്ചിതാക്കി റെഡിയാക്കി വച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് രാത്രി ചുട്ടെടുക്കാം. രാത്രി വേണമെന്നില്ല, ഇപ്പം തന്നെ നമ്മൾ ഇളക്കുമ്പോഴേക്കും ഇങ്ങനെ അതിൻ്റെ കുഴപ്പമൊക്കെ വരുന്നുണ്ട്. മാവ് നല്ല മാവാണ്. രാത്രി മതി ഇപ്പം നമുക്ക്. അതുകൊണ്ട് ഇതിവിടെ ഇരിക്കട്ടെ. പറഞ്ഞ നേരം കൊണ്ട് അപ്പമാവ് റെഡി ആയതുണ്ടോ. ഇതുപോലെ തന്നെ ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ചുട്ടെടുക്കണമെന്നുണ്ടെങ്കിൽ ചുട്ടെടുക്കാം. ഞാനപ്പോൾ ചുട്ടെടുക്കാത്തത് കൊണ്ട് തന്നെ ഇവിടെ ഇരിക്കട്ടെ. നമ്മൾ ഈ പഴം മൊത്തം ഒന്നും മറക്കണ്ടെന്ന് വിചാരിക്കണം കേട്ടോ. ഞാൻ എടുത്തൊന്നേ ഉള്ളൂ കൂടെ. പാത്രങ്ങൾ ഇഷ്ടംപോലെ ഓടിക്കിടപ്പുണ്ട്. ശരി, ഇനിയത്തെ പരിപാടി നമ്മുടെ പഴം. ഞാൻ ഉണ്ടാക്കുന്നത് കുറച്ച് ഗോതമ്പൊടി അരിപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടാണ്. പിന്നെ കുഞ്ഞി പഴം നുറുക്കുകളായിട്ട് ഇട്ടിട്ട് അങ്ങനെ സ്പൂൺ കൊണ്ട് കോരിയിട്ട് ഉണ്ടാക്കാം. തട്ടിക്കൂട്ടി പഴം വരും. അതിവിടെ ഒരു മലബാർ ബേക്കറി എന്ന് പറഞ്ഞുകൊണ്ടൊരു ബേക്കറി ഉണ്ട് അവിടെ ഉള്ളത്. എറണാകുളത്തൊക്കെ ഉണ്ട് ബേക്കറി. 1-2 ബ്രാഞ്ച് ഉണ്ട് എൻ്റെ ഇവിടെ. അവിടെ ചെല്ലുമ്പോൾ കാണാം എടുത്ത് വച്ചേക്കണേ. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്. കാര്യം പഴത്തിന് മധുരം ഉണ്ട് എന്നാലും നമുക്ക് ഇത്തിരി പഞ്ചസാര ചേർക്കാം. അപ്പോൾ അത് പ്രത്യേക ടേസ്റ്റാണ്. പിന്നെയോ പഴംപൊരിക്കൊരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ മഞ്ഞക്കുട്ടി വെക്കാൻ വേണ്ടിയിട്ട് മഞ്ഞപ്പൊടി ചേർക്കാം. അരിപ്പൊടി ചേർത്തിട്ടില്ല ഞാൻ കേട്ടോ. മൈദമാവിലാക്കി ഇങ്ങനെ തളതള കിടക്കും. എണ്ണയും കുടിക്കും. ഞാൻ നല്ല തിളച്ച തീരെ വലിയ ചീനച്ചട്ടി വെച്ച് ഒരുപാട് എണ്ണയൊക്കെ ഒഴിച്ച് അങ്ങനെയൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ മൈദമാവിൽ കുഴപ്പമില്ല. ഇത് അരിപ്പൊടി ഇനി ഉണ്ടോ? അത് നമുക്ക് ഇടിയാണ് മൈദ. അരിപ്പൊടി ഇതിൻ്റെ കൂട്ടത്തിൽ മൈദമാവ് ഇട്ടാൽ നമുക്ക് കുഴപ്പമില്ല. അതുകൊണ്ട് കുറച്ച് മൈദമാവ് ഇട്ട് കൊടുക്കാം. മൈദമാവ് തന്നെ ഉണ്ടാക്കുമ്പോഴാണ് ഇങ്ങനെ കളറാന്ന് കിടക്കുക. ഇനി നമുക്ക് വെള്ളം ഒഴിച്ച് കുഴയ്ക്കാം, അല്ല കലക്കാം. ഇനിയിപ്പോൾ നമുക്ക് വെള്ളം ഒഴിച്ച് കലക്കിയെടുക്കാം. കുഴയ്ക്കാമെന്നാണ് വായിൽ വരിക. കാരണം സാധാരണ മിക്കവാറും എല്ലാ സാധനവും കുഴയ്ക്കുകയല്ലേ ചെയ്യണേ നമ്മൾ. അതുകൊണ്ട് പിന്നെ ഇതിൽ വേണമെങ്കിൽ ഇത്തിരി സോഡാപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം പഴംപൊരിയുടെ മാവ് തന്നെ ഇങ്ങനെ വീർത്തിരിക്കണ മാതിരി കിട്ടും. വേണമെന്നുണ്ടെങ്കിൽ മതി. ഞാൻ ചേർക്കാറില്ല. വിഷ്ണു കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ ഒന്ന് ചേർക്കുക. വെള്ളം പോരാ. എടാ ഇതിന് എന്തെങ്കിലും ചേർക്കാനുണ്ടോ? മഞ്ഞപ്പൊടി, മുളക്, ഉപ്പ്, പഞ്ചസാര. 16 കല്യാണം. ജെഫിൻ എന്ന് പറഞ്ഞ ഫ്രണ്ട് ഉണ്ട്. ഫ്രണ്ടിന്റെ ചേട്ടനെ എനിക്ക് പ്രൈവറ്റ് ആയിട്ട് ഇട്ടേക്ക്. ജെഫിനെ അറിയാൻ പറ്റുമോ നമുക്ക്? ജെഫിൻ നമുക്കിത് 2 3 മുറിക്കാം. പഴത്തിന്റെ വലുപ്പം അനുസരിച്ചിട്ട്. ഞാനിപ്പോൾ എന്തായാലും 3 മുറിച്ചിട്ടുണ്ട്. ചെണ്ടമുറി എന്ന് പറഞ്ഞ പോലെ. എന്നിട്ട് ഇതിനെ കനം അവനവൻ്റെ ആവശ്യത്തിന് ഒരുപാട് കനമാവാണ്ട് മുറിച്ചെടുക്കുന്നത്. ഒരുപാട് കനമായി കഴിഞ്ഞാൽ പഴത്തിന്റെ ഇങ്ങനെ വല്ലാതെ കട്ട് ചെയ്ത് നിൽക്കൂലേ. ഇതിനെ നൈസായിട്ടൊക്കെ മുറിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇത്തിരി കട്ട് ചെയ്താൽ കട്ടി കൂടാണ്ട് മുറിച്ച് കഴിഞ്ഞാലേ 2 മുറിച്ചാൽ ലാഭം. കാരണം ഈ കുഞ്ഞു പീസിനെ നമ്മൾ 3 മുറിച്ചതിനെ കട്ടിയും കൂടെ കുറച്ച് മുറിച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ, ഇത് കടപ്പാകം എനിക്കുള്ളത്. നല്ല മധുരമുള്ള പഴം കേട്ടോ. പിന്നെയും ചെറുതാക്കുക. എന്തായാലും ആദ്യത്തത് നമ്മൾ 3 തന്നെ ഞാൻ കട്ട് ചെയ്ത സ്ഥിതിക്ക് അതനുസരിച്ചിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് 2 മുറിച്ചിട്ടെടുക്കാം. അപ്പം നീളം കൂടും, കട്ടിയും കുറയും.
കട്ടി കൂടുതലാണ്. ഒരു പോകുമ്പോൾ കട്ടി കൂടുതല. നല്ലപോലെ മൊരിഞ്ഞൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇത്രയും ഉണ്ടാക്കിയിട്ട് ഇനിയും കുറച്ച് പരിപാടികളുണ്ട് വേറെ. അതായത് വിളക്ക് കൊടുക്കണം, അതിലേക്കൊക്കെ പോവുകയാണേ. എന്നിട്ട് വന്നിട്ട് ബാക്കി ഉണ്ടാക്കും. അപ്പം അത് കഴിഞ്ഞ് കഴിക്കാനാകുമ്പോഴേക്കും അപ്പം ഉണ്ടാക്കും. അപ്പോൾ നമ്മുടെ പുതിയ അപ്പം മാവ് എങ്ങനെയുണ്ടെന്ന് അറിയില്ല. ആ സമയത്ത് നമുക്ക് അപ്പം ഉണ്ടാക്കുമ്പോൾ കാണാം. അത് ആ ലൈറ്റ് കത്തുമ്പോൾ മുഖം കാണാനുള്ളതല്ലേ എനിക്ക് തോന്നി അങ്ങനെ. അതുകൊണ്ടാണ് ഞാൻ മാറ്റിയത്. അപ്പോൾ ഇതാ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ പഴംപൊരി വന്നിട്ടുണ്ട്, കണ്ടോ? നമ്മുടെ ക്യാമറ ഒരുപാട് ജോലി ഇരിക്കുന്നുണ്ട്. നല്ല പഴംപൊരി ഒക്കെ നോക്കും. ബാക്കി പിന്നെ ഉറങ്ങും. അപ്പോൾ പോയിട്ട് വന്നിട്ട് നമുക്ക് അപ്പം ഉണ്ടാക്കുന്ന നേരത്ത് കാണാം കേട്ടോ. പഴംപൊരി ഉണ്ടാക്കുന്ന കാണാനൊന്നും ഇല്ലല്ലോ. അങ്ങനെ നമ്മുടെ പഴംപൊരിയൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പം ഞാൻ വീണ്ടും അടുക്കളയിൽ എത്തിയിരിക്കുന്നത് അത് കാണിക്കാനല്ല. എന്താ കണ്ടോളൂ, കണ്ടോ? നമ്മൾ അന്നേരം അരച്ച് വെച്ച് മാവാണ്. ഇപ്പം നമുക്കത് നല്ല അടിപൊളി വെള്ളയപ്പമായിട്ട് ചുട്ടെടുക്കാൻ പാകത്തിന് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അതാണ് ഇങ്ങനെ അരച്ചാലുള്ള ഗുണം. അപ്പോൾ കണ്ടില്ലേ നമ്മുടെ മാവ് അടിപൊളിയായിട്ട് പൊങ്ങി വന്നിരിക്കുന്നത്. കുളിച്ച് സമയം വരുന്നതോറും പൊങ്ങിക്കൊണ്ടേയിരിക്കും. ഇപ്പം ചുട്ടാലും നല്ല അടിപൊളി വെള്ളയപ്പം കിട്ടും. ഞാനൊരു അപ്പം ചുട്ട് കാണിക്കുക. ഇപ്പോൾ രാത്രി എന്തായാലും വേണ്ട, ഇനി രാവിലെ പതിനെ പറഞ്ഞാൽ ഞാൻ ഫ്രിഡ്ജിലേക്ക് കയറ്റിയിട്ട് രാവിലെ തിരിച്ചെടുത്തിട്ട് ഉണ്ടാക്കുകയുള്ളൂ. എന്തായാലും ഞാൻ നോക്കട്ടെ ഒരു അപ്പം ഉണ്ടാക്കാനായിട്ടില്ലേ. പഴംപൊരി ഇരിക്കുന്ന കണ്ടപ്പോഴേ കൊതി എടുത്ത് കഴിക്കുക. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനമാണ് പഴംപൊരി. അവര് കാണിച്ചത്. പിന്നെ അപ്പം ഇതിൻ്റെ ബാക്കി സാധനങ്ങൾ ഇട്ട് വരെ നമ്മുടെ മാവൊന്ന് ഇളക്കട്ടെ കേട്ടോ. 2 തവിയുണ്ട്. കട്ടി കുറഞ്ഞ തവി എടുത്താലും ശരിയാവും. അതാണ് നമ്മുടെ അപ്പച്ചട്ടി ചൂടായി വരട്ടെ. ഇപ്പോൾ പഴം വറക്കാനെടുത്ത മാവ് ഒരു ഇത്തിരി ബാക്കി വന്നിട്ടുണ്ട്. ഇനി അടച്ചു വയ്ക്കാൻ തുടങ്ങി ഓരോന്നും അടച്ചു വയ്ക്കാൻ നേരം ഉണ്ടാവുള്ളൂ. പക്ഷേ അടച്ചു വയ്ക്കാണ്ട് കളയണ എങ്ങനെയല്ലേ. 2 പഴം കൂടി ഇരിപ്പുണ്ടാകും, നാളെ വറക്കാം. നമ്മുടെ ഇത് അപ്പച്ചട്ടി ചൂടായിട്ടുണ്ട് കേട്ടോ. പരത്തുന്ന സമയത്ത് തന്നെ നല്ല ഭംഗിയായിട്ട് വരുന്നുണ്ട്. കണ്ടാൽ അറിയാം നമുക്ക് അടിപൊളി അപ്പാന്നുള്ളത്. അപ്പം ഞാൻ കാണിച്ചു തരട്ടെ. കണ്ടോ നല്ല അപ്പായിട്ട് വന്നത്. ഇനി വെന്തട്ട് കാണാം. ഞാൻ ഒറ്റയ്ക്കൊരപ്പം ചൂടാനുള്ളൂ എന്നാണ് വിചാരിച്ചേക്കണേ. ഇനിയിപ്പം അപ്പം കിട്ടിക്കഴിയുമ്പോൾ ആരെങ്കിലുമൊക്കെ ആവശ്യക്കാരുണ്ടാവും, വീണ്ടും വീണ്ടും ചോദിച്ചു വരുമെന്ന് അറിയില്ല കേട്ടോ. ഒരപ്പം എന്ന് വെച്ചാൽ ഒറ്റയ്ക്കൊരപ്പം ഞാൻ ചുട്ടിട്ടുള്ളൂ. എൻ്റെ കറിയൊന്നും ഉണ്ടാക്കിയിട്ടും ഇല്ല. ഇന്ന് ഉച്ചക്കത്തെ ചോറിൻ്റെ കറികളാണ് ഇരിക്കുന്നത്. അപ്പം അത് കണ്ടതല്ലേ ചോറിൻ്റെ കറികൾ ഉച്ചക്കത്തെയൊക്കെ. 2 വീഡിയോ എടുത്തായിരുന്നു കേട്ടോ. എനിക്ക് ഇതിലത് ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. ഇല്ല, കണ്ടോ നമ്മുടെ അപ്പം അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പം ശരിക്കും കാണുന്നത് എങ്ങനെയുണ്ട്? നല്ല അപ്പം അല്ലേ? അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ ഇനിയും മുതൽ എല്ലാവരും ഉണ്ടാക്കിക്കൊള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെ തന്നെ ഇനിയും മുതൽ എല്ലാവരും ഉണ്ടാക്കിക്കോളൂ. വളരെ എളുപ്പമാണ്. നമുക്ക് തലേന്ന് അരച്ച് വെച്ച് പിറ്റേന്ന് രാവിലെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അങ്ങനത്തെ പ്രശ്നമൊന്നും വന്നില്ല. അരച്ച് കഴിഞ്ഞ് ഒരു 10-15 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോഴേക്കും പുളിച്ച് പൊങ്ങിയിട്ടുണ്ടാവും ഇതേപോലെ അരച്ച് കഴിഞ്ഞാൽ നമ്മൾ. പിന്നെ അപ്പം എന്ന് പറഞ്ഞാൽ പുളി വേണ്ട സാധനമല്ലല്ലോ.
ഇങ്ങനെ പൊങ്ങി കിട്ടുക എന്നുള്ളതല്ലേ ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മൾ ഈസ്റ്റ് ചേർക്കുന്നതുകൊണ്ട് തന്നെ അത് പൊങ്ങി കിട്ടും, സോഫ്റ്റ് ആയിട്ടും കിട്ടും, എല്ലാം റെഡി ആയിട്ടുണ്ടാവും. കാരണം ചോറ് കുറച്ച് ചേർക്കുന്നുണ്ടല്ലോ നമ്മൾ. അപ്പോൾ അങ്ങനെ എല്ലാവരും ഉണ്ടാക്കി നോക്കാൻ മറക്കണ്ട കേട്ടോ. ഇനിയിപ്പോൾ നാളെ വീഡിയോ കയറി കാണാം അല്ലേ നമുക്കൊക്കെ. അപ്പം നിർത്തട്ടെ തൽക്കാലം. ബൈ.